ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2024 ഇറങ്ങിയിട്ടുള്ള മലയാളം ഹൊറർ മൂവിയാണ് ഭ്രമയുഗം. ഭ്രമയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടർ, മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ പേരാണ് കൊടുമൺ പോറ്റി. കൊടുമൺ പോറ്റിയുടെ എൻട്രി സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, തേങ്ങ പൊളിക്കുന്നു. തേങ്ങ തിന്നുന്നത് അർജുൻ അശോകൻ. ഈ ഒരു മൂവി ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. കണ്ടവർക്കറിയാം. സിദ്ധാർത്ഥ് ഭരതൻ. ഓക്കെ, ഓ പുള്ളി വിശന്നിട്ട് തേങ്ങ എടുത്താണ്. ഈ മനക്കലെ പഠിപ്പുര കടന്നാ പിന്നെ പാടവും പുഴയും മലയൊക്കെ തന്നെയാ. മനക്കലെ പഠിപ്പുര ഇതേതാ മാസം? കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു, തുലാൻ തുടങ്ങി. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞതെല്ലാം തുടങ്ങി. ഓ, സിദ്ധാർത്ഥ് ഭരതൻ. കാലം പോലെ കലങ്ങി മറിഞ്ഞൊരു പുഴ വേറില്ല, അത് തിരിഞ്ഞും മറിഞ്ഞു ഒഴുകും. അക്കരെ കടക്കാൻ എളുപ്പമല്ല. ആരാ ആ ശബ്ദം? നല്ല പരിചിതമുള്ള ശബ്ദം. അത് ആര് പഠിപ്പര കടന്നാലും ഞാൻ അറിയും. ഒരു വഴിപോക്കനാ. ആരോ വരുന്നുണ്ട്. കമ്മിങ്. ഓ, ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എന്തോ ഒന്നാൾ വരുന്ന പോലത്തെ ആ മ്യൂസിക് ഉള്ളോ? വലുതെന്തോ വരാൻ പോകുന്ന പോലെ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. വോയിസ് രക്ഷയില്ല, കിടിലം വോയിസാണ്, മമ്മൂക്കയുടെ വോയിസാണ്. ഓക്കെ, വെറ്റില മുറുക്കാൻ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആരാ? ദേവെന്ന പേര്. പാട്ടുപാടി കോലത്ത് തമ്പ്രാനെ പള്ളി ഉണക്കുന്ന പാണന പോര് തുടങ്ങിയപ്പോ ജീവനം കൊണ്ട് ഓടിയതാ. അക്കലെത്തിയ പിന്നെ പേടിക്കണ്ടല്ലോ. ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ. അയ്യോ, അതൊന്നുമില്ല. എന്നാ പിന്നെ പൂമണിപ്പാണനാരുടെ പിന്മുറക്കാരനാവും അല്ലേ? അതെ, നേരെ നോക്കാം. ഓ, മമ്മൂക്ക. ആ, എന്താണ് ലുക്ക്! ഒരു രക്ഷയില്ലല്ലോ, കിട്ടിയ ലുക്ക്. മാണിക്കീഴരുതും പാടുവോ?
അറിയാം, കോലത്തുന്നത് പാടാറുള്ളത്. ഇതൊന്നും നുണ പറയോ? പാടാനാണെങ്കിൽ നന്ദുണിയോടെ ഓട്ടത്തിൽ അതൊക്കെ പോയി. ഇപ്പൊ പാട്ട് മാത്രമേ കൂടിയുള്ളൂ. ഏത് കഥാപാത്രം ഇവിടെ ഓക്കെ ഉണ്ടോ? അതൊക്കെ ബ്രാഹ്മണർക്കല്ലേ? ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്തായാലും ലുക്ക്, കർമ്മം കൊണ്ടാ ഒരു ശൈലി, ഡയലോഗിന്റെ പിന്നെയാവാം. ഒരു പാട്ട് പാടുക, കേൾക്കട്ടെ. ഇപ്പോഴോ? ഇതിനൊക്കെ നേരവും കാലം നോക്കാനുണ്ടോ? പാടുക. പാടുക. പാട്ടൊന്നും സ്കിപ്പ് ചെയ്യട്ടോ. പാട്ട് അസലായി. അസലായി. ഇതിപ്പോ ഓലോത്തായിരുന്നെങ്കിൽ തമ്പുരാൻ തനിക്ക് പട്ടും പടയും തന്നിട്ടുണ്ടാവും. ശരിയാ. കേട്ട് പഠിച്ചത് പാടിയെന്നേ ഉള്ളൂ. അർജുൻ അശോകനൊക്കെ എന്താല്ലേ പെർഫോമൻസ്, എന്താണ് ആ ലുക്കും ഇതൊക്കെ അല്ലേ. സിദ്ധാർത്ഥ് ഭരതനായാലും ഒരു 3 പേര് മത്സരിച്ച് അഭിനയിച്ചിരുന്നു കേട്ടത്. സംഗീതത്തെ പറ്റിയ മനക്കില് വെപ്പുകാരൻ എന്താ അറിയാ, അങ്ങോട്ട് മാറിയിക്ക. തന്നെ വരവും പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടായി. താഴത്തിൽ ഇവിടെ കൂടാം. ഇതാ സന്തോഷം. കുറച്ചു ദിവസമായി മുഴുവൻ പട്ടിണിയായിരുന്നു. അതറിയാം. ഇനി അതോർത്ത് വിഷമിക്കണ്ട. തനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ കൂടാം. സ്ഥിരമായിട്ട് ഇവിടെ കൂടാ. മതി. അതിപ്പോ എനിക്ക് പോവാണ്ട് വയ്യ. പോവാണ്ട് വയ്യ. മട്ടും ഭാവമൊക്കെ മാറിട്ടോ. ഉപകാരം നിരസിക്കുന്നത് പോറ്റിയുടെ കൊടുമൺ പോറ്റി. അറിയില്ലേ? കൊടുമൺ പോറ്റി ഒരു കാര്യം പറഞ്ഞാൽ കൊടുമൺ പോറ്റി അത് ആരും അനുസരിക്കാതിരുന്നിട്ടില്ല. പറഞ്ഞു കൊടുക്ക. ഇനി തറുതലൊന്നും പറയണ്ട. നിനക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. ശരി, തമ്പുരാൻ പറയണ പോലെ. എന്നാ കയറി വരിക. ഞാൻ പാടനല്ലേ, പൂമുഖത്തേക്ക് കേറാൻ പാടോ? എന്താ അങ്ങനെ കരുതണില്ലെങ്കിലോ? അവസാനമേതേഷ ആഗമൻ മമ. അഷ്ടദശാകാന്ഡം സൂക്തം 2. ആഗതനായ അതി ഇഷ്ടായാൽ സ്വീകരിക്കും. അത് പട്ടേരിയായാലും പാണനായാലും. താനിങ്ങോട്ട് കയറി വരിക. ഇയാൾക്ക് ആ കോമ്പരയുടെ അപ്പുറത്തുള്ള മുറി തുറന്നു കൊടുക്കുക. ഉണ്ടോ വേണ്ട എന്താ വെച്ചാ അതും. ഓക്കേ. നല്ല അടിപൊളി സൂപ്പർ ഒരു സീനാണ് കണ്ടത് കേട്ടോ. 2024 റിലീസായിട്ടുള്ള ഭ്രമയുഗം എന്ന സിനിമയിലെ മമ്മൂക്കയുടെ കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീനാണ് കണ്ടത്. മമ്മൂക്കയെ കൂടാതെ അർജുൻ അശോകൻ, അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ. നല്ല സൂപ്പർ സീനായിരുന്നു കേട്ടോ. നല്ല, അതുപോലെ രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ അറിയാം. ഭൂതകാലം, ഇപ്പോൾ റിലീസായിട്ടുള്ള ഡായ്സ് എറീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രണാവിൻ്റെ സിനിമ എനിക്ക് നല്ല അഭിപ്രായമാണ്. കിടിലൻ റെസ്പോൺസ്, തിയേറ്റർ റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു പോക്ക് ഇങ്ങനെ ഫുൾ ഹൊററാണ് പുള്ളി പിടിച്ചു പോകുന്നത്. മമ്മൂക്കയെ മാറ്റിയൊരു പുതിയ പടം കൂടി വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ അറിയില്ല. അതുപോലെ ഈ ഒരു സിനിമ നമ്മുടെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു ഇന്ന്. പക്ഷെ മാറ്റം വന്ന് നവംബർ 3 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടുള്ളൊരു സിനിമ കൂടിയാണ്. അതിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് പ്രമേഹം. അതിൽ അവസാന റൗണ്ടിൽ മമ്മൂക്കയും ആസിഫ് അലിയുമാണ് ഉള്ളത്. അപ്പോൾ ആസിഫ് അലിയുടെ 2-3 സിനിമകളുണ്ട്. അതുപോലെ മമ്മൂക്കയുടെ സിനിമ ഈ ഒരു സിനിമയാണ്, പ്രമേഹമാണ്. അപ്പോൾ എന്തായാലും ഈ 2 പേരും അവാർഡ് അറിയിക്കുന്ന താരങ്ങൾ തന്നെയാണ്. 2 പേരും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു 2024. അപ്പോൾ എന്തായാലും നവംബർ 3 അറിയാം ആരാണ് ബെസ്റ്റ് ആക്ടർ. 2 പേരും അവാർഡ് അറിയിക്കുന്ന ആളുകൾ തന്നെയായതുകൊണ്ട് ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.